എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ല ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണ്, ടെൻഡർ കോക്കനട്ട് സ്മൂത്തി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു കരിക്കിൻ്റെ കാമ്പ്, ഒരുപാട് അങ്ങോട്ട് തടിയുള്ളത് എടുക്കരുത്, നമുക്കൊന്ന് അരച്ച് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് കടക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തീരെ പത്തരയാവാനും പാടില്ല, രണ്ടിൻ്റെ ഇടയിൽ വന്നതായിരിക്കണം. പിന്നെ കരിക്കിൻ്റെ വെള്ളം. അപ്പോൾ ഞാൻ ഇത് ഒരു കരിക്കാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ച് കൂടുതലുണ്ട്. ഇത് ഒരു കരിക്കിൻ്റെ കാമ്പ് എടുത്തതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരു വേണ്ടിയിട്ട് ഞാൻ ഒരു ഏലക്കയുടെ സീഡാണ് പൊളിച്ചിട്ട് കൊടുക്കുന്നത്. ഏത് വേണമെങ്കിലും, അല്ലെങ്കിൽ എസെൻസ് ആയിട്ടായാലും ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇഷ്ടമുള്ള ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വാനില എസെൻസ് ഒരു 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ റോസ് എസെൻസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ രീതിയിൽ ഒഴിച്ച് കൊടുക്കാം. എസെൻസ് ആണെങ്കിൽ 2 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മളതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പോലെ ആയി മാറണ്ട, കുറച്ചൊരു കഷ്ണം പോലെ വേണം. ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കരിക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ ഒരു ബൗളുണ്ടല്ലോ, അതിൻ്റെ പകുതി ഐസ്ക്രീം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്നും കൂടി അടിച്ചെടുക്കണം. ഇതിൽ എന്താ പറയുക, പാല് ചേർക്കാം നിങ്ങൾക്ക്, പക്ഷേ ഞാൻ കരിക്കിൻ്റെ വെള്ളം മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കാറ്. ഇതിനെ ഒന്ന് ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഐസ്ക്രീമും ചേർത്തിട്ട് ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ശരിക്കും ഒരു ഡ്രിങ്ക് പോലെ തന്നെയാണിത്. അപ്പോൾ കുറച്ചും കൂടിയും കരിക്ക് കൂടുതൽ ചേർക്കണനുസരിച്ച് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കരിക്ക് കുറച്ചും കൂടിയും ഇത് നല്ല എന്താ പറയുക, 2 കരിക്കിൻ്റെ കാമ്പ് ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല തിക്നെസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു നാളികേരം വെള്ളം നമുക്ക് മതിയാവില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒട്ടും പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിക്കിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം വരില്ല. എങ്കിലും മധുരം വേണ്ടവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ചൂടുകാലത്ത് ഭയങ്കര നല്ല എന്താ പറയുക, ബോഡീനെ നന്നായിട്ട് കൂൾ ചെയ്യിപ്പിക്കും. പക്ഷേ തണുപ്പ് പറ്റാത്ത ആളുകളൊന്നും ഇത് ഉണ്ടാക്കി കഴിക്കരുത്. ഐസ്ക്രീം ശരിക്കും ചൂടുകാലത്ത് എന്ന് വെച്ചാൽ ഐസ്ക്രീം ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചൂടാണ് കാര്യം. അത് തണുത്ത ചൂടുകാലത്താണ് എല്ലാവരും കഴിക്കണമെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ എല്ലാവരും തണുപ്പ് കാലത്താണ് ഐസ്ക്രീം കഴിക്കണത് ഞാൻ കൂടുതൽ കണ്ടേക്കണത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഐസ്ക്രീം ചൂടാണ്, അതുകൊണ്ട് അവർ തണുപ്പ് കാലത്ത് ഐസ്ക്രീം മേടിച്ച് കഴിക്കും. ചൂടുകാലത്തും നമ്മൾ മലയാളികളെല്ലാവരും ചൂടുകാലത്ത് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കും. നമുക്കൊക്കെ തൊണ്ടയ്ക്ക് അസുഖം വരും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഐസ്ക്രീം തണവൊന്നും പറ്റാത്തവർ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ടെൻഡർ കോക്കനട്ട് സ്മൂത്തി. ഇതൊരു ഡ്രിങ്കായിട്ടോ സ്മൂത്തി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. വെയിറ്റ് ലോസ് ചെയ്യണവർ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.